ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തിന് കോടാനുകൂടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 74ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 മാർച്ച് മാസം 9-ാം തീയതി നാം കടന്നു വന്നിരിക്കുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള പഠനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 7 ഇടിനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളുടെ ബന്ധത്തിലുള്ള പ്രാരംഭ ദിവസമാകുന്ന പ്രതികാര ദിവസത്തെക്കുറിച്ചും, പ്രതികാര ദിവസത്തിൽ ദൈവത്തിൻ്റെ ക്രോധമധ്യം ബാബിലോൺ എന്ന വ്യവസായിക സമ്പന്ന വ്യവസ്ഥിതിയുടെ ഉത്ഭവ സ്ഥലത്തെ ദൈവം എന്നേക്കുമായി നശിപ്പിക്കുന്നതിനെ കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. നമുക്കറിയാം, ഇതിൻ്റെ എല്ലാം പിമ്പിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക നന്മയാണ്. അതുകൊണ്ടാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചിരുന്നു, ആരാധനയുള്ള ബന്ധത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം ഉണ്ടായത്. ഹാബേലും കയീനും തമ്മിലുള്ള ആ ആരാധന, അതുപോലെ സത്യത്തിൻ്റെ വേണ്ടിയുള്ളതും അസത്യത്തിന് വേണ്ടിയുള്ളതും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തതുമായിട്ടുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുകൊണ്ട് അവരുടെ നോട്ടം ഈ ഭൂമിയിലുള്ളതല്ല. അവരെപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സ്വർഗീയമായതിനുള്ള കാഴ്ചപ്പാടുള്ളവരായിരിക്കും, ദൈവിക കാഴ്ചപ്പാടുള്ളവരായിരിക്കും. എന്നാൽ ഭൗമികമായ കാഴ്ചപ്പാടുള്ളവർക്കാണ് ഈ ഭൂമിയെക്കുറിച്ചുള്ള ചിന്തയുള്ളത്. അതുകൊണ്ടാണ് അവരും ആരാധനക്കാരാണ്. പക്ഷേ അവരുടെ ആരാധനയുടെ പ്രധാന ലക്ഷ്യം ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളാണ്. അതാണ് പ്രാരംഭത്തിൽ തുടങ്ങുന്ന അതിൻ്റെ റൂട്ട്. അവിടുന്ന് വേര് തുടങ്ങിയത് സാത്താൻ കൊടുത്തിരിക്കുന്ന വ്യാമോഹം, ദുർമോഹം മുഖാന്തരമായി ലോകത്തിൽ നേടിയെടുക്കണം, ലോകത്തിൽ സ്ഥാപിച്ചെടുക്കണം, ലോകത്തിൽ സ്ഥിരമായി നിൽക്കണം എന്നുള്ള തെറ്റായിട്ടുള്ള ചിന്ത അനേകരുടെ ഹൃദയങ്ങളിൽ കൊടുത്ത് പാപത്തിലേക്ക് വിവിധ രീതിയിൽ മനുഷ്യരെ വശീകരിച്ച് പാപത്തടിമകളാക്കി കൊണ്ടുവെക്കുന്നതിനെ കുറിച്ചാണ് മർമ്മം മഗതിയാം ബാബിലോൺ എന്ന ആ മർമ്മത്തിൻ്റെ അടിയിൽ മറിഞ്ഞിരിക്കുന്ന അശുദ്ധിയുടെ മർമ്മം. എന്നാൽ വിശുദ്ധിയുടെ മർമ്മം എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്, അത് നിലനിൽക്കുന്നതാണ്, എന്നേക്കുമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അശുദ്ധിയുടെ സകല ആരാധനകളെയും, അത് ഇന്ന് ലോകത്തിലെ ഏകദേശം 44,000 മതങ്ങളും നിരവധി ദൈവങ്ങളും ഉണ്ട്. 44,000-ഓളം മതങ്ങൾ ഉണ്ടെന്നാണ് ഇങ്ങനെ ഒരു കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണാട്ടിടയാത്തത്. അപ്പോൾ അത്രമാത്രം മതങ്ങൾ, ഏകദേശം ഇപ്പോഴുള്ള 740 കോടി ജനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും വിവിധ ദൈവങ്ങളെ ആരാധിക്കുന്നവരും വിവിധ മതങ്ങളോടുള്ള ബന്ധത്തിലുള്ളവരും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരും അങ്ങനെ പൈശാചിക ആരാധനയിലേക്ക് അവസാനം ലോകം നീങ്ങിപ്പോകുന്നതിനെ കുറിച്ചുമുള്ള ചരിത്രമാണ് നമുക്ക് ലോകചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അശുദ്ധിയും വിശുദ്ധിയും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ അശുദ്ധിയുടെ പ്രഭവ കേന്ദ്രം, അതിൻ്റെതായിട്ടുള്ള സകല ശക്തികളെയും ദൈവം അതിനെ ഇല്ലാതാക്കി കളയുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം 17-18 അധ്യായങ്ങളുള്ള ബന്ധത്തിൽ നാം ചിന്തിപ്പാൻ റെഡിയാത്തുന്നത്. ഇന്ന് രാത്രിയിൽ ഈ പ്രതികാര ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നടക്കുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ വായിച്ച്, പ്രതികാര ദിവസത്തിൽ നടക്കുന്ന മർമ്മമഗതിയ ബാബിലോണിനെ എങ്ങനെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്, അത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുന്നതിന് മുമ്പായി പ്രവാചകന്മാർ അതേക്കുറിച്ച് പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നത് ബാബേൽ എന്നുള്ളത് കൺഫ്യൂഷനാണ്. ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ലോകത്തിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി എല്ലാവരുടെ കൂടി ഒരുമിച്ച് ഒരു ടവർ പണിത് ഉയർത്തി. പക്ഷെ ദൈവം അതിനെ തകർത്തത് ഭാഷ കലക്കി കളഞ്ഞോടുകൂടിയാണ്. അങ്ങനെ അവിടെ ബാബേൽ എന്നുള്ള ആ പേരോടുകൂടി അത് തകർന്നു പോകാൻ ഇടയാത്തീർന്നു. അത് ദൈവത്തിന് വിരുദ്ധമായിട്ട് അവർ പണിത് ഉയർത്തിയ അതിനെയാണ് ദൈവം തകർത്ത് കളഞ്ഞത്. എന്നാൽ ബാബിലോൺ എന്നതിൻ്റെ അർത്ഥം ഗേറ്റ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാണ് ഈ ദുരുപ ശക്തികൾ അവസാനമായി മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നത്. സത്യദൈവത്തിലേക്ക് എത്തിപ്പോകാം. ദൈവത്തിൻ്റെ വഴി ക്രിസ്തുവാണ്.
ക്രിസ്തുവിനെ കൂടാതെയുള്ള നിരവധി ഗേറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടിട്ട് മാനവ വംശത്തെ അതിലൂടെ വശീകരിച്ച് സത്യദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതിനെയാണ് ബാബിലോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ബാബിലോണിന്റെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശം ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരുടെ സംഘമാണ് ഈ ബാബിലോൺ എന്നതിൻ്റെ മൂല അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കൈനിൽ വ്യാപരിച്ച ശക്തി അത് പ്രബലപ്പെട്ട് പുരാതന ലോകത്തിലും ഇപ്പോഴത്തെ ലോകത്തിലേക്ക് അത് പ്രവേശിക്കപ്പെടുകയും, എന്നാൽ കൃപായുഗത്തിൽ മാത്രമാണ്, ഇപ്പോഴാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ആനന്ദ നദി ലോകത്തിൽ ഒഴുകുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂരിപക്ഷ സ്ഥലങ്ങളിലും ഒരു പരിധിവരെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിന്റെ ആനന്ദനദി ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇത് കഴിഞ്ഞ ശേഷമായി ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട ശേഷമുള്ള കാലങ്ങൾ മരുഭൂമിയോടുള്ള ബന്ധത്തിലായിരിക്കുമെന്നും, അപ്പോൾ സാധാനികമായിരിക്കുന്ന ശക്തികൾ പ്രധാന മധ്യാകാശപ്പെടുത്തിയ ശേഷമായി സാത്താനും അവന്റെ എല്ലാ ശക്തികളും ഭൂമിയിൽ വന്ന് പ്രവർത്തിക്കുന്നതോടുകൂടി വല്ലാത്തൊരു പൈശാചിക മണ്ഡലമായി ലോകം മാറിപ്പോകുമ്പോഴും അതിൻ്റെ അകത്തും ദൈവത്തിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിക്കുന്ന, ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കുന്ന പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരും വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ടവരും ഉണ്ട് എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ദൈവവചനത്തിന്റെ ആധികാരികതയിലൂടെ ബന്ധത്തിൽ നാം മനസ്സിലാക്കിയപ്പോൾ സ്വർഗമേ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള ബന്ധത്തിലുള്ള വിശുദ്ധന്മാരെയാണ് അങ്ങനെ അഭിസംബോധന ചെയ്തത് എന്നുള്ളത് 18-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിച്ച് മനസ്സിലാക്കിയിരുന്നു. അത് സ്വർഗതേജസ് പ്രാപിക്കാനുള്ള സ്വർഗത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ അത് പറഞ്ഞിരിക്കുന്ന സ്വർഗമേ എന്നാണെങ്കിൽ, ഈ പുസ്തകത്തിന്റെ 18-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രവാചകന്മാരും വിശുദ്ധന്മാരും മാത്രമുള്ളത് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്ത് രക്തസാക്ഷികളാകുന്നവരിൽ അപ്പോസ്തോലിക പദവിയിലുള്ളവരില്ല, അഥവാ മണവാട്ടി സഭയിലുള്ളവരാരും തന്നെ അതിലില്ല എന്നതാണ്. എന്നാൽ സ്വർഗം എന്ന് പറയുന്നതിൻ്റെ അകത്ത് അപ്പോസ്തലന്മാർ അഥവാ അപ്പോസ്തോലിക പദവിയിലെത്തുന്ന കർത്താവിന്റെ തികവിലേക്ക് എത്തുന്ന മണവാട്ടി സഭ അതിനെ പ്രതികരിക്കുന്ന അപ്പോസ്തോലിക പദവി ഉള്ളവര് സ്വർഗീയ തേജസ്സുള്ള ബന്ധത്തിലുണ്ട്. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്ത് രക്തസാക്ഷികളാകുന്നവരുടെ ബന്ധത്തിൽ ഇല്ല എന്നുള്ളതും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തുടർന്ന് നമ്മൾ ഈ 18-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള 24-3 വരെയുള്ള വാക്യങ്ങൾ, 24-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്യം തുടർന്ന് വ്യാഖ്യാനിക്കത്തില്ല. എന്നാൽ 21 മുതൽ 23 വാക്യങ്ങൾ വായിച്ച് അതിന്റെ വ്യാഖ്യാനം നടത്തി പ്രതികാര ദിവസം എന്നുള്ള പഠനത്തിന്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. 21-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, 18-ാമത്തെ 21-ാം വാക്യത്തില്, പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ല് എടുത്തു സമുദ്രത്തിലെറിഞ്ഞു, പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. വൈദികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാകളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കുകയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളന്റെ മണവാട്ടിയുടെ സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു, നിന്റെ ശുദ്ധത്താൽ സകല ജാതികൾ വശീകരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഒരു ശക്തനായ ദൂതൻ തിരികല്ലോളം വലുതായ കല്ലെടുത്ത് സമുദ്രത്തിലെറിഞ്ഞ് പറഞ്ഞത് കൊണ്ട് പറയാണ്, ഇനി ഇത് ഒരു നാളും പൊങ്ങി വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിത്യശൂന്യമാക്കി മാറ്റുന്നു എന്നതാണ് ഇവിടെ ഭാവി കാലത്തോളം ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതങ്ങനെ തന്നെ സംഭവിക്കും. എന്താണോ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അവിടെ തന്നെ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളതിനും നമുക്ക് സംശയമില്ല. ഇതിനുള്ള അനുബന്ധമായിട്ട് യിരെമ്യാവിന്റെ പ്രവചനം 51-ാം അധ്യായം അതിന്റെ 57 മുതൽ 64 വരെയുള്ള വാക്യങ്ങൾ കൂടിയതോട് അനുബന്ധമായി വായിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടേക്ക് പ്രവാസത്തിലേക്ക് പോകുന്ന യഹൂദന്മാർ അവിടെ എത്തിയപ്പോൾ അവർ ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് ഈ തൻ്റെ പ്രവചന വാക്യങ്ങളെ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ ബാബേലിന്റെ
നാശത്തോടുള്ള ബന്ധത്തിലാണ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യിരെമ്യാവിന്റെ പ്രവചനം 52 അധ്യായങ്ങളുണ്ടെങ്കിലും 51 അധ്യായത്തോടു കൂടി ഈ ഈ ബാബേലിന്റെ നാശത്തോടു കൂടി തന്റെ പ്രവചനവാക്യങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളതും ബാക്കി 52 അധ്യായത്തിന്റെ നിവർത്തിരിക്കപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 59 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹൂദ രാജാവായ സിദെക്കിയാവിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ അവനോടുകൂടെ മഗസേയാവിന്റെ മകനായി നേര്യാവിന്റെ മകനായ സെരായാവ് പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ യിരെമ്യാ പ്രവാചകൻ സെരാവിയോട് കൽപ്പിച്ച വചനം: ബാബേലിൽ വരുവാനിരിക്കുന്ന അനർത്ഥമൊക്കെയും ബാബേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ. യിരെമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി യിരെമ്യാവ് സെരായാവോട് പറഞ്ഞത്: നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെയും നോക്കി വായിച്ചിട്ട് യഹോവ ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ച് കളയുമെന്ന് അതിനെക്കുറിച്ച് അരുളി ചെയ്തുവല്ലോ എന്ന് പറയണം. പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിന് ഒരു കല്ല് കെട്ടി ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും. ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല, അത് അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം. ഇത്രത്തോളം യിരെമ്യാവിന്റെ വചനങ്ങൾ. അപ്പോൾ യിരെമ്യാവ് നമുക്കറിയാം യഹൂദയെക്കുറിച്ച് പ്രവചിച്ച് അവരുടെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ പ്രവചിച്ച ശേഷം അവസാനമായി പ്രവചിച്ചിരിക്കുന്നത് യെരൂശലേം നഗരത്തോടുള്ള ബന്ധത്തിൽ പ്രവചിച്ച ദൈവത്തിന്റെ നഗരമാണ്. ആ നഗരത്തോട് പ്രവചിച്ച ശേഷമായി അനുവിരുദ്ധമായി നിൽക്കുന്ന അശുദ്ധിയുടെ നഗരമായിരിക്കുന്ന മഗദിയാം ബാബിലോൺ, വെളിപ്പാട് മർമ്മം മഗദിയാം ബാബിലോൺ ആണെങ്കിൽ ബാബേൽ നശിച്ചു പോകും, നിത്യശൂന്യമായി തീരും എന്ന് പറഞ്ഞ് ആണ് യിരെമ്യാവിന്റെ പ്രവചനം അവൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു ദൂതൻ ഇതിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായി കാണുന്നത് ഒരു പുസ്തകം എഴുതി ഫ്രാത്ത് നദിയിലാണ് യിരെമ്യാവ് പറഞ്ഞ് യഹൂദ അങ്ങോട്ട് പോയ സിദെക്കിയാ രാജാവിന്റെ കൂടെ പോയവരിൽ പ്രയാണാധ്യക്ഷനായിരുന്നു സെരായാവ്. അപ്പോൾ സെരായാവിനോട് ഈ പുസ്തകം എഴുതി അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് അവിടെ ചെന്നിട്ട് വായിച്ചിട്ട് ഫ്രാത്ത് നദിയുടെ തീരത്ത് നിന്ന് വായിച്ചിട്ട് ഇതൊരു കല്ല് കെട്ടി അതിലേക്ക് എറിഞ്ഞു കളയണം. അപ്പോൾ അന്ന് അവിടെ എറിഞ്ഞു കളഞ്ഞ പുസ്തകം അത് നമ്മൾ നോക്കുമ്പോൾ അത് അലുത്തുപോയി കാണും, അല്ലെങ്കിൽ അത് ഇല്ലാതായി കാണും. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം നമ്മളത് വായിക്കുമ്പോൾ ഇവിടെ അന്ന് അവിടെ പ്രയാണാധ്യക്ഷനായി പോയ സെരായാവ് എറിഞ്ഞ ഫ്രാത്ത് നദി ഉണങ്ങിപ്പോയി. അത് ഇത് സംഭവിക്കുന്ന സമയത്ത് 16-ാം അധ്യായത്തിന്റെ വചനമനുസരിച്ച് 6-ാമത്തെ കാഹളം ആറാമത്തെ ദൂതൻ കലശം ഒഴിക്കുന്ന സമയത്ത് യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് എന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം എറിഞ്ഞിരുന്ന യൂഫ്രട്ടീസ് എന്ന നദി അന്ന് വെള്ളത്തിന്റെ നല്ല ഒഴുക്കുണ്ടായിരുന്നായിരുന്നു. അതുകൊണ്ടാണ് കല്ല് കെട്ടി നീ അതിനെ എറിയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് പോകണം, നല്ല ആഴമുള്ളതായിരുന്നു. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഇതിന്റെ സംഭവിക്കുന്ന സമയത്തേക്ക് വരുമ്പോൾ ഫ്രാത്ത് നദി അതിന്റെ ഒഴുക്ക് നിന്ന് പോകും, അത് വറ്റിപ്പോകുന്ന നിലവാരത്തിലേക്കാകും. അപ്പൊ അതിന്റെ അർത്ഥം അന്ന് യിരെമ്യാവ് എഴുതിയ സെരായാവിനെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കുന്ന പുസ്തകം അവിടെ അതിന്റെ അടിയിൽ കിടപ്പുണ്ട്, അത് അതിന്റെ പോണ്ടതിലേക്ക് വരും എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഈ ദൂതൻ ഈ ഒരു കല്ലെടുത്തെറിയുന്നത് ഫ്രാത്ത് നദിയിലല്ല. കാരണം ഫ്രാത്ത് നദി വറ്റിപ്പോയി. ദൂതൻ കല്ലെറിയുന്ന സമുദ്രം എന്ന് പറയുമ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചിന്ത അനുസരിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ നിരവധി സമുദ്രങ്ങളുണ്ട്. എന്നാൽ ഇസ്രായേലോട് ബന്ധത്തിലുള്ള മെഡിറ്ററേനിയൻ മധ്യധരനായ കടലിനോടുള്ള ബന്ധത്തിലാണ് ഇത് പ്രവചിച്ചിരിക്കുന്നത് വേണം നമ്മൾ ധരിക്കാനായിട്ട്. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം കിടക്കുന്നത് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന അതിർത്തിയോട് ബന്ധത്തിൽ നോക്കുമ്പോൾ ഫ്രാത്ത് നദിക്ക് പടിഞ്ഞാറും മെഡിറ്ററേനിയൻ നദിക്ക് കിഴക്കുമായിട്ടുള്ള സ്ഥലമാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രാത്ത് നദി അത് കിഴക്ക് വശത്തായിട്ടാണ് കിടക്കുന്നത്. ഫ്രാത്ത് നദിയുടെ യെരൂശലേമിന് കിഴക്ക് വശത്താണ് ഫ്രാത്ത് നദി. അപ്പോൾ അവിടെയാണ് അത് ഉണങ്ങിപ്പോകും.
അവിടെ നിന്ന് കിഴക്കുന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടത് ഉണങ്ങിപ്പോകും. എന്നാൽ പടിഞ്ഞാറായ ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ എന്ന നദി, ആ മഹാസമുദ്രം, ആ സമുദ്രത്തിലുള്ള ബന്ധത്തിലാണ്, അതിൽ ആണ് കല്ല് കെട്ടി എറിഞ്ഞ് അത് പ്രവചിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൂതൻ സമുദ്രത്തിലും ഭൂമിയിലും കാല് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, ഏത് സമുദ്രം നോക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മെഡിറ്ററേനിയൻ സമുദ്രത്തോട് ബന്ധത്തിലായിരിക്കണം. ഇങ്ങനെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ നമ്മളത് പ്രാത്ത് നദി ഒരു അതിരാണെങ്കിൽ അതിൻ്റെ മറുഭാഗത്തുള്ള അതിര് സമുദ്രമാണ്. അപ്പോൾ പ്രാത്ത് നദി ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കിടന്നിരുന്ന പുസ്തകം, അത് പറഞ്ഞിരിക്കുന്ന പ്രവചനം അതിൻ്റെ പൂണ്ടതിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ദൂതൻ ഒരു കല്ലെടുത്ത്, തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിലെറിഞ്ഞ്, എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ എറിഞ്ഞിട്ട് പറഞ്ഞത് ഇങ്ങനെ, ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളെയും ഇനി അതിനെ കാണുകയില്ല. ഞാനിപ്പം ഈ പറയുന്ന മഹാസമുദ്രങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇസ്രായേലുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഡിറ്ററേനിയൻ കടലായതുകൊണ്ടാണ് ഞാൻ അതിനുള്ള ബന്ധത്തിൽ സമുദ്രം എന്ന് പറയുന്നത്. ബൈബിളിൽ സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്ന മെഡിറ്ററേനിയൻ കടലുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രത്തിന്റെ അറ്റം മുതൽ അങ്ങേയറ്റം വരെ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമുദ്രം ഈ ഇസ്രായേലിന്റെ ബന്ധത്തിൽ, അതിനോട് ബന്ധത്തിൽ ഉള്ള സമുദ്രം മെഡിറ്ററേനിയൻ കടലാണ്. അതിരായി പറയുന്ന മഹാനദി ഫ്രാത്ത് നദിയുമാണ്. അതുകൊണ്ടാണ് ഇവിടെ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, മധ്യധരനായ കടൽ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, നമ്മളതിനെ ഈ സമുദ്രത്തിൽ എറിഞ്ഞു എന്നുള്ളത് അതിൻ്റെ വ്യാഖ്യാനാർത്ഥ തലത്തിൽ മെഡിറ്ററേനിയൻ കടലിലാണ് എറിയുന്നത് എന്നുള്ളത് നാം അവിടെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ ബന്ധത്തിൽ അത് നിൽക്കുന്നത് കൊണ്ട്. അപ്പം അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് അത് ദുരുപദേശമല്ല, അത് അംഗീകരിക്കത്തക്കതാണ്. അതിൻ്റെ അകത്ത് പാകപ്പിഴകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് ഇനി ഏത് സമുദ്രത്തിൽ എറിഞ്ഞോട്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ എറിയുന്നവരുടെ ബന്ധത്തിൽ ഇത് ഈ മധ്യധരണ കടലാണ് എന്ന് പറയുന്നതിനകത്ത് ഇനി എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും സമുദ്രത്തിൽ എറിഞ്ഞോട്ട്, പക്ഷെ ഈ സമുദ്രത്തിൽ എറിയുന്നു എന്ന് പറയുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും, ഇനി അതിനെ കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നേക്കുമായി നിത്യശൂന്യമായി തീരുമെന്ന് യെരമ്യാ പ്രവചിച്ച പ്രവചനം ഫ്രാത്ത് നദിയിൽ ഒരു കല്ല് കെട്ടി അവിടെ താഴ്ത്തിയപ്പോൾ, അപ്പോൾ ഈ ഇസ്രായേലിന് കിഴക്കുള്ള ഫ്രാത്ത് നദിയുടെ ഒരു കല്ല് താഴ്ത്തിയിട്ടപ്പോൾ അതൊരു അടയാളമായിരുന്നു അന്ന് പറഞ്ഞ പ്രവചനവും. ഈ പ്രവചനം നിവൃത്തീകരിക്കപ്പെടേണ്ട സമയമായപ്പോൾ ഇസ്രായേലിന്റെ യെരൂശലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ കടലിൽ കല്ല് കെട്ടി ഒരു കല്ലെറിഞ്ഞ് ദൂതൻ പറയുന്ന ദൂതും ഒന്ന് തന്നെയാണ്. അന്ന് യെരമ്യാ പ്രവചിച്ച പ്രവചനം എത്രയോ വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രവൃത്തിയിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തുവാനുള്ള സമയമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് എറിഞ്ഞു കളയുന്ന ആ നഗരത്തെക്കുറിച്ച്, അപ്പോൾ കല്ല് സമുദ്രത്തിൽ എറിഞ്ഞ് കളയുക എന്നതിൻ്റെ അർത്ഥം ദൈവം അതിനെ കയ്യിൽ നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞു, എന്നേക്കുമായി ഇല്ലാതാക്കി കളഞ്ഞു. മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും മടങ്ങി വരാതെ പാപത്തിലും അത് അശുദ്ധിയിലും മ്ലേച്ഛതയിലും മുഴുകി സമ്പന്നത മാത്രം നോക്കിക്കൊണ്ട് അഹങ്കരിച്ചു പോയ നഗരത്തെ ദൈവം എറിഞ്ഞു കളയും. അപ്പോൾ ദൈവം കയ്യിൽ നിന്നെറിഞ്ഞു കളഞ്ഞാൽ അതുകൊണ്ട് തീർന്നു, അതോടുകൂടി തീരും. അതുവരെയും ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്നാൽ എന്നേക്കുമായി ഇവിടെ എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉപേക്ഷിച്ച് കളയുക എന്നാണ് എൻ്റെ അർത്ഥം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം മനുഷ്യനെ കഴിവതും അവനെ മടങ്ങി വരുവാൻ എല്ലാ വിധത്തിലുള്ള വഴികളും ദൈവം തുറന്നു കൊടുക്കും. എന്നാൽ ദൈവം അവനെ എറിഞ്ഞു കളഞ്ഞാൽ ആർക്കും അവനെ ശേഖരിപ്പാൻ കഴിയത്തില്ല, ആർക്കും അവനെ നേരെയാക്കാൻ കഴിയത്തില്ല. അപ്പം മർമ്മം മഗതിയാം ബാബിലോൺ എന്ന ആ ദേശത്തെ, ആ പ്രസ്ഥാനത്തെ, ആ രാജ്യത്തെ ദൈവം എന്നേക്കും എറിഞ്ഞു കളഞ്ഞ് പറയുകയാണ്, ഇനി ബാബിലോൺ മഹാനഗരത്തെ ഇങ്ങനെ എറിഞ്ഞു കളയും, ദൈവം അതിനെ ഇനി നോക്കത്തില്ല, നിത്യശൂന്യമാക്കി കളയുമെന്നാ പറയുക. ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ അപ്പോൾ ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ, ഇന്ന് ശ്വാസത്തോടെ നിൽക്കുന്നെങ്കിൽ, ഇന്ന് ഏതെങ്കിലും രാഷ്ട്രം നിലനിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണ കൊണ്ട് നിലനിൽക്കുന്നതാ. അതല്ലാതെ അവരവരുടെ കരം കൊണ്ട്, അവരുടെ ശക്തി കൊണ്ട് നിൽക്കുന്നതല്ല.
ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത്, ദ്വീപുകൾ നിലനിൽക്കുന്നത്, രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത്, മനുഷ്യർ നിലനിൽക്കുന്നത്, എല്ലാം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം വല്ലാതെ ആയി കഴിയുമ്പോൾ, അതിനെ ദൈവം എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പിന്നീട് ഒരു മടങ്ങി വരവില്ല. അപ്പോൾ ഇവിടെ പറയാണ്, വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാകളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. അപ്പോൾ അവര് വളരെയധികം ആടിപ്പാടി തിമിർത്ത് ആഘോഷങ്ങളിൽ അകർന്നു പോയ ആഘോഷങ്ങളിൽ വല്ലാതെ അവർ ആഘോഷത്തിമിത്രരായി തീർന്ന ഒരു സമ്പന്ന അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളായിരുന്നു ഈ പറയുന്ന മർമ്മമഗതിയം ബാബിലോൺ. അപ്പോൾ അതിനെ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ആഡംബരത്തിൻ്റെതായ ആഘോഷത്തിന്റെ വാദ്യസ്വരങ്ങൾ നിന്നിൽ ഇനി ഒരിക്കലും കേൾക്കുകയില്ല എന്ന് പറയുകയും യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ കാണുകയില്ല. നമുക്കറിയാം ഡെക്കറേഷൻസുകള്, അത് ശില്പവിദ്യകള് ഇന്ന് ഏറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. പണ്ടൊക്കെ ഒരു വീടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നിസ്സാരമായ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഇന്റീരിയർ ഡെക്കറേഷൻ വേണ്ടെന്നല്ല, എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണ്ടെന്നല്ല. പക്ഷേ ഇവിടെ പറയുന്ന ശില്പവിദ്യ കൊണ്ടുള്ള കൗശലത്തിന്റെ പണികൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൗശലപ്പണി ചെയ്യുന്ന ഒരു ശില്പിയെ നീ കാണുകയില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ലോകം വല്ലാതെ പോയി കഴിയുമ്പോഴാണ് ശില്പവിദ്യകൾ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ കൗശലപ്പണികൾ അതെല്ലാം വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ മനസ്സിലാകുക, ഇതെല്ലാം അസ്തമിക്കാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് കൗശലപ്പണികൾ വർദ്ധിച്ചു വരുന്ന കാര്യമാണ്. ഇന്ന് ശില്പികളുടെ വിദ്യകൾ, ഇന്നിപ്പോൾ ഏത് കാര്യങ്ങളും CNC കട്ടിങ് മുഖാന്തരമായിട്ട് ഏത് മോഡലുകളും പണിതെടുക്കാൻ കഴിയും. ഗേറ്റിന്റെ മോഡലുകൾ, മറ്റു പലതും നമുക്കത് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പണ്ട് മനുഷ്യർ ഇരുന്ന കൊത്തു പണികൾ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളില്ല. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പലതും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ ഡിസൈനുകളൊക്കെ ഇപ്പോൾ ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതെല്ലാം വരുമ്പോൾ ഇവിടെ പറയാണ്, അങ്ങനെ യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയും നിന്നെ ഇനി കാണുകയില്ല. പണ്ട് ഇതൊക്കെ കുറവായിരുന്നു. അങ്ങനെ ശില്പങ്ങൾ കുത്തി ഉണ്ടാക്കുന്നതൊക്കെ വലിയ സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്ത് കാര്യങ്ങളും ഇപ്പോൾ മെഷീൻസ് ആയതുകൊണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ഏത് കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് ഏത് ഡിസൈനും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയത് കൊണ്ടാണ് ഇപ്പം സാധാരണക്കാർക്കെല്ലാം അതിനുള്ള പ്രയോജനം ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞത്, എന്നാൽ മർമ്മമഗതിയം ബാബിലോട് പറയുകയാണ്, ഇനി നിന്നിൽ കൗശലപ്പണി ചെയ്യുന്ന ഒരു ശില്പിയും നിന്നിൽ കാണുകയില്ല. രാത്രിയിൽ നല്ലൊരു ശില്പി നമുക്കുണ്ട്. നമ്മെ പുറമെയല്ല, നമ്മുടെ അകത്തെ നന്നായി പണിതെടുത്ത് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന, നമ്മിൽ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലാണ് നിങ്ങളുമായിരിക്കുന്നത്. ലോകം മുഴുവനും പുറമെയുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി കൊത്തുപണികൾ ചെയ്യുമ്പോൾ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം എന്നേക്കും നിലനിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ശില്പവിദ്യകളും തീർന്നു പോകും. ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരുപാട് ശില്പങ്ങളും ശില്പവിദ്യകളും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതെല്ലാം താൽക്കാലികമാണ്. അതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളില്ലാത്തരും. എന്നാൽ ദൈവം പറയുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം നിലനിൽക്കുന്നു. അതുപോലെ ദൈവം ശില്പിയായി, ദൈവത്തിൻ്റെ അതേ പ്രതിമയായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ നമ്മെ അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന നല്ല ശില്പിയായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ലോകം അവൻ്റെ കണ്ണിന് ഇമ്പമാകുന്ന രീതിയിൽ, കാണുവാൻ ഇമ്പമാകുന്ന രീതിയിൽ ലോകത്തിൽ ശില്പവിദ്യകൾ കൊണ്ട് പലതും ഡെക്കറേഷൻ ചെയ്തു പോകുമ്പോൾ ദൈവം പറയുക, നീയും നിന്റെ രാഷ്ട്രവും നിലനിൽക്കത്തില്ല, നിന്റെ ശില്പവിദ്യ നിലനിൽക്കത്തില്ല. എന്നാൽ നിലനിൽക്കുന്നത് ദൈവം സ്വർഗത്തിൽ പണിയുന്നുണ്ട്.
രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. എങ്കിലും നമ്മുടെ ഉള്ളിലെപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരിക്കണം, എന്നെ കൊത്തുപണി ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അനുദിനം അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തിയെടുത്ത് ആ മന്ദിരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അത് മാറ്റമില്ലാത്തതാണ്. ആ പ്രവൃത്തി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ പറയുകയാണ്, ലോകത്തിന്റെ ശില്പവിദ്യകളും ശില്പികളുമെല്ലാം ഇല്ലാതായിത്തീരും, അത് കാണുകയില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, യാതൊരു തിരികലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല, വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു, നിന്റെ ശുദ്ധത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ മുഴുവൻ കുറ്റങ്ങളും ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിത്യശൂന്യമായി തീരും, ഇനി ഇതൊന്നും ഉണ്ടാകത്തില്ല. അതുവരെയും ആർഭാടങ്ങളുടെ വലിയ ആഘോഷ കേന്ദ്രങ്ങളായിരുന്ന ആ മർമ്മം മഗ്ദിയം ബാബിലോൺ ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോകുവാൻ കാരണം ദൈവം പറയുക, നിന്റെ ശുദ്ധത്താൽ സകല ജാതികൾ വശീകരിക്കപ്പെട്ടിരുന്നു, നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ മാറി ദൂരെ നിന്ന് വിലപിക്കുന്നത്. അയ്യോ അയ്യോ, മഹാനഗരമായ ബാബിലോനെ ന്യായവിധി ഒരു ദിവസം കൊണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരും വ്യാപാരികളും അതുപോലെ കപ്പൽ ഉടമസ്ഥന്മാരും അങ്ങനെയുള്ളവരൊക്കെ നിലവിളിച്ച് കരയുന്നതിനെ കുറിച്ച്, വിലപിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചല്ലോ. അപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നു. മനുഷ്യന്റെ ആഘോഷങ്ങൾ മുഴുവനും വിലാപത്തിൽ തീരുമ്പോൾ, അത് സങ്കടക്കടലിൽ ആഴ്ന്നു പോകുമ്പോൾ, രാത്രിയിൽ ദൈവവചനത്തിൽ അത് അവസാനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അത് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിന്നവരെ അവരെ കൊന്നുകളയുന്ന, അഥവാ അവരുടെ കഴുത്തറുത്ത് അവരുടെ രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും അവരുടെ കണ്ണുനീർ വേദനയോടെ ഒഴുകിയിട്ടുണ്ട്. ആ കണ്ണുനീർ ഒഴുകിയ സ്ഥലത്തും അവർ വിശ്വാസം വിട്ടുപോയില്ല. അതിവേദനയോടെ പിടഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് അവരുടെ ജീവൻ പോകുമ്പോഴും അവർ കരച്ചിലോടുകൂടി ലോകത്തുനിന്ന് പോകുമ്പോൾ, അവർ എന്നേക്കുമുള്ള നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ദൈവം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആനന്ദ തിമിർപ്പുകളുടെ അതിമനോഹരമെന്ന് വിശേഷിപ്പിച്ചിരുന്നത് വിലാപത്തിലേക്ക്, നിത്യവിലാപത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് ആണ്ടുപോകുന്നു എന്നാണ് ദൂതൻ ഇവിടെ വിളിച്ചു പറയുന്നത്. രാത്രി നാം ഏത് ഭാഗത്താണുള്ളത്? അതിവിടെ ആഹ്ലാദിച്ച് തിമിർത്ത് ആഘോഷമാക്കി ജീവിതമാക്കി നിത്യമായിട്ടുള്ള നാശത്തിലേക്ക് പോകണമോ, അതോ ദിവസങ്ങളിൽ നാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് പ്രത്യാശയോടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടണമോ? ഏതാണ് നമുക്ക് വേണ്ടിയത്? ഒന്നെങ്കിൽ ലോകത്തിൻ്റെ ആഡംബരങ്ങളോടുകൂടി നിത്യനാശത്തിലേക്ക് പോകുക, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഭാഗത്തിൻ്റെ സമ്പന്നതയുടെ വർക്കമാണ്, മറുഭാഗത്ത് ഇതില്ലാതെ ഞെരുങ്ങുന്ന ഒരു കൂട്ടരുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭൗമികമായിട്ട് എത്ര ഞെരുക്കമുണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും, ദൈവം ശില്പിയായി കൊത്തുപണി നടത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ പുതിയ നിശ്ചയമിൻ്റെ കല്ലുകളായി തീരുവാൻ ദൈവം പണിതുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് രാത്രി സ്തോത്രം ചെയ്യുന്നു. അതിൽ അതിശ്രേഷ്ഠമേറിയിരിക്കുന്ന ആ ദൈവശില്പിയായി ദൈവം നമ്മെ പണിതെടുത്ത് അവൻ്റെ മണവാട്ടിയാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ മെനഞ്ഞെടുക്കുമ്പോൾ, ഇവിടെ കണ്ണുനീര് കാണും, ഭാരം കാണും, വേദന കാണും. എങ്കിലും ആത്മാവിൽ രാത്രി പറയണം, നമ്മുടെ കണ്ണുനീർ തൽക്കാലത്തേക്കേ ഉള്ളൂ, എന്നാൽ നമ്മുടെ ദുഃഖകാലം തീർന്നു പോകും. എന്നേക്കുമുള്ള നിത്യസൗഭാഗ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഏറിയാൽ 70, 80 അല്ലെങ്കിൽ മാക്സിമം 120 വർഷമുള്ള ഈ ഭൂമിയിലെ നമ്മുടെ താൽക്കാലിക ജീവിതത്തിൽ നമുക്ക് ദിവസങ്ങളിൽ വിശുദ്ധിയെ തികച്ച് കർത്തൃവരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ രാത്രിയും ദൈവാത്മാവ് നമ്മൾക്ക് ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ ഇതെല്ലാം തകർന്നു പോകും, ഇതെല്ലാം താഴടിയായിത്തീരും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെ നഗരവും
ദൈവം ഒരുക്കാൻ പോകുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ ലോകത്തിന്റെ ദൈവം പടുത്തുയർത്തുന്നതെല്ലാം എറിഞ്ഞു കളയപ്പെടും, ഇല്ലാതായിത്തീരുമെന്നാണ് സ്വർഗം ഇവിടെ ദൂതനെ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇത് വായിച്ചു കഴിയുമ്പോൾ പ്രതികാര ദിവസത്തിന്റെ അവസാനം സമ്പൂർണമാക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ബലവാനായ ദൂതൻ തിരികല്ലോളം വലിപ്പമുള്ള കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ബാബേലാണ്ട് പോകും, അതൊരു നാളും പൊങ്ങി വരികയില്ലെന്ന് പ്രാപ്ത നദിയിൽ സാക്ഷ്യമായിരിക്കുന്ന പുസ്തകം ഇരമ്യാവ് പ്രവചിച്ചെഴുതിയിട്ടിട്ടുണ്ട്. മറ്റൊരു കല്ല് മെഡിറ്ററേനിയൻ കടലിൽ എറിഞ്ഞു കളയുമ്പോൾ അതുപോലെ തന്നെ ആണ്ടുപോകുന്നുവെന്നും അത് അങ്ങനെ തന്നെ പോയി നിത്യശൂന്യമായി തീർന്നുവെന്നും പറഞ്ഞുകൊണ്ട് പ്രതികാര ദിവസത്തിന്റെ പൂർത്തീകരണമാണ് ഇതിനോടനുബന്ധമായി പൂർത്തീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാകളക്കാർ, കൗശലപ്പണിക്കാർ, തിരികല്ലിന്റെ ഒച്ച, വിളക്കിന്റെ വെളിച്ചം, മണവാളന്റെ മണവാട്ടിയുടെ സ്വരം, ഇതൊന്നുമില്ലാതെ നിത്യശൂന്യമായി ഈ ആഡംബര പ്രദേശങ്ങൾ ശൂന്യതയിലേക്ക് ഇല്ലാതായിത്തീരുമെന്നുള്ളത് ദൈവത്തെ പറഞ്ഞിരിക്കുമ്പോൾ അതൊരു വലിയ കാര്യമായി നാം ഏറ്റെടുത്തുകൊണ്ട് ദൈവം പണിയുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും നാം സന്തോഷമുള്ളവരായി, നമുക്ക് കഷ്ടമുണ്ടെങ്കിലും നാം സന്തോഷിക്കുന്നു, നാം പ്രത്യാശിക്കുന്നു. അത് നമ്മുടെ ലഘുനേരത്തേക്കുള്ള കഷ്ടം അനവധി നിത്യമായ തേജസ്സിനെ നിത്യഗനം പ്രാപിപ്പാൻ യോഗ്യരാക്കി തീർക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായിരിക്കുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചതാണ്, നിങ്ങളും ലോകത്തെ ജയിക്കും. അതുകൊണ്ട് കഷ്ടം, നഷ്ടം, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ ദൈവമക്കളുണ്ടാകുമ്പോൾ സാത്താൻ കൊണ്ടുവിടുന്നതിന് അവൻ ഭൂമിയിൽ വേണ്ടതെല്ലാം വിട്ടുകൊടുക്കും. പക്ഷെ എന്നാൽ കൊലക്കളത്തിലേക്ക് അവസാനമായി കൊടുക്കുന്ന തീറ്റ് പോലെ ദിവസങ്ങൾ മനുഷ്യനറിയാതെ അവന് വേണ്ടിയതൊക്കെ കൊടുത്ത് അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാത്രിയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് നിത്യ ജീവനും സൗഭാഗ്യമാകിയാൽ അതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രതികാര ദിവസത്തിൽ ദൈവം മർമ്മം മഗ്ദയും ബാബിലോണിനെ നശിപ്പിച്ചു കളയും എന്നുള്ളത് ദൈവവചനത്തിന്റെ വാക്തത്വമാണ്. നിറവേറപ്പെടുക തന്നെ ചെയ്യും. സാത്താനും മൃഗവും കള്ളപ്രവാചനും കൂടി ഒരുക്കിക്കൊണ്ടുവരുന്ന മഹാനഗരത്തെ അവർ തന്നെ ദേഷിച്ച് അതിനെ ഇല്ലാതാക്കി കളയുന്നു എന്നാണ് പ്രതികാര ദിവസത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരിക്കുന്നത്. അതിൻ്റെ അവസാന വചനം, അതിൻ്റെ 24 വാക്യം, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവിടെയല്ലോ കണ്ടതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. 20 വാക്യം വായിച്ചപ്പോൾ സ്വർഗമെന്ന് പറഞ്ഞിരിക്കുന്ന 3 സ്വർഗദേശം പ്രാപിക്കുന്നവരുടെ ഗണത്തിൽപ്പെടുന്നവര് പഴയ നിയമ വിശുദ്ധന്മാർ, അതിലെ ശ്രേഷ്ഠന്മാരും അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായിത്തീരുന്നവരാണ് അപ്പോസ്തല പദവിയുള്ളവരെന്നുള്ളതും, പ്രവാചകന്മാരുടെ പദവിയിലുള്ളത് അത് സഹോദര പദവിയിലുള്ള കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവരാകുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൽ മർമ്മം മഗ്ദയും ബാബിലോണിലുള്ള ബന്ധത്തിൽ പറയുമ്പോൾ രക്തസാക്ഷിയുള്ള ബന്ധത്തിൽ ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്ത് അപ്പോസ്തല പദവിയിലുള്ളവരില്ല എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് 24 വാക്യം പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരെയും കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയുടെ രക്തസാക്ഷികളാകുന്നവരിൽ അതിൽ ഉൾപ്പെടുന്നത് പ്രവാചക ശ്രേണിയിലുള്ളവരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് 24 വാക്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ അന്ന് രക്തസാക്ഷികളാകുന്നവരിൽ സഹവർത്തിന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരും സഹോദര പദവിയിലുള്ള ദൈവസഭയുടെ ശേഷിപ്പുള്ളവരുമാണ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നും നമ്മളിതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് പ്രതികാര ദിവസം കഴിയുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. പിന്നെ 10-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് മുമ്പായി സകല വിശുദ്ധന്മാരും സ്വർഗാസുഖത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ട് അത് സംഭവിക്കുന്നതിനെ കുറിച്ചായിരിക്കും നാം തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 10-ാം അധ്യായം വായിക്കുമ്പോൾ പുരുഷാരം മഹാപുരുഷാരം കേട്ടത് സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേരേണ്ട സകല വിശുദ്ധന്മാരും എത്തിച്ചേർന്നു. എന്നാൽ ഈ പ്രതികാര ദിവസം അവസാനിപ്പിക്കുമ്പോൾ സേനാ ദിവസം തുടങ്ങുന്നതിന് മുമ്പായി അതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടണം. അതിനോടുള്ള ബന്ധത്തിലുള്ള ചില പ്രവചനങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത്. കൊണ്ട്
19 അധ്യായത്തിലേക്കല്ല നാം പ്രവേശിക്കുന്നത്. കർത്താവിന്റെ സേനാ ദിവസത്തിന് ആരംഭം കുറിക്കുന്നതിന് മുമ്പ് മൂന്നാമതൊരു ദൂതൻ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കരുതെന്നുള്ള അന്ത്യശാസനം സകല മനുഷ്യർക്കും അറിയിക്കുന്നതിനെ കുറിച്ച് 14 അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ 22 അധ്യായങ്ങളുള്ളതില് 18 അധ്യായങ്ങൾ നമ്മൾ അതിനകത്ത് ചില ഭാഗങ്ങൾ മാത്രം പഠിക്കാതെ ബാക്കികളെല്ലാം പഠിച്ചു കഴിഞ്ഞു. 17, 18 നമ്മൾ പഠിച്ചു, 14 അധ്യായം നമ്മൾ പഠിച്ചു, 15 അധ്യായത്തിന്റെ അതിന്റെ 2 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചിട്ടില്ല, ബാക്കിയുള്ള നമ്മൾ പഠിക്കാൻ ഇടയായി തീർന്നു. 14 അധ്യായത്തിന്റെ അതിന്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. തുടർന്ന് നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകുന്നത് 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനോടനുബന്ധമായിട്ട് ഉള്ള ഭാഗങ്ങളെ കുറിച്ച് അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കും. അപ്പോൾ പഠിക്കാതെ വിട്ടിട്ട് പോയ പ്രവചനങ്ങളുടെ ഭാഗങ്ങളിലേക്കാണ് തുടർന്ന് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ 14 അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. 14 അധ്യായമാണ് പഠിക്കാതെ കിടക്കുന്നത്. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ടില്ല. എന്നാൽ 6 മുതൽ 7 വാക്യങ്ങൾ പഠിച്ചിരുന്നു. 8 നമ്മൾ വ്യാഖ്യാനിച്ച് പഠിച്ചിരുന്നു. അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതിന് ശേഷമായി 13ാമത്തെ വാക്യം ചിന്തിക്കും. എന്നാൽ 14, 15 വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലല്ല നമ്മൾ പഠിക്കുന്നത്. അത് 19 അധ്യായത്തോടുള്ള ബന്ധത്തിൽ ഹർമ്മോനിയത്തോടുള്ള ബന്ധത്തിലാണ് പഠിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണ് പഠിക്കേണ്ടത്. അതല്ലാതെ 14 അധ്യായം ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ല. അതിനോരോ സന്ദർഭങ്ങളുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ പഠനത്തോടു കൂടി 14 അധ്യായം പഠിച്ച് പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ നമുക്ക് ഏകദേശം ഇനി 3 അധ്യായങ്ങളുടെ പഠനമേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളം കർത്താവ് നമ്മളെ കൊണ്ടുവന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിട്ടുപോയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് ഈ രാത്രി നാം തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ സേനാ ദിവസത്തിന് ആരംഭം കുറിക്കുന്നതിന് മുമ്പ് മൂന്നാമതൊരു ദൂതൻ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കരുതെന്നുള്ള അന്ത്യശാസനം സകല മനുഷ്യരോടും അറിയിക്കുന്നതിനെ കുറിച്ചാണത്. 14 അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് വേറൊരു ദൂതൻ. അപ്പോൾ വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത് വേറൊരു ദൂതൻ അതിനെ പിൻചെന്നതിനെ കുറിച്ച് മനസ്സിലാക്കി. മൂന്നാമത് വേറൊരു ദൂതൻ ഇവിടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നി ഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അന്ത്യശാസനമായിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങള് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 13 അധ്യായം 10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളുടെ ആവർത്തനമാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും അന്ത്യശാസനമായിട്ട് സകല ജാതികളോടും അറിയിക്കുന്നത്. അതിന്റെ 13 അധ്യായം 10 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാള് കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് കാത്തു സൂക്ഷിക്കണം, മൃഗത്തിൻ്റെ ഒന്നും പ്രതിമ ഏൽക്കരുത് എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 13 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്, ലോകസ്ഥാപനം മുതൽ
അറുക്കപ്പെട്ട കുഞ്ഞാണ്ട് ജീവവസ്തു പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്ന അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുദ്ര ഏൽക്കരുത് എന്നുള്ളത് ദൈവത്തെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ ഇത് പ്രതിമ മുദ്ര ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. പെന്തക്കോസ്തിന്റെ പഠനത്തിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ പ്രതിമയെയും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൻ്റെ കലപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവ ക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന ഹർമോദം യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നടക്കേണ്ടുന്ന ദൈവത്തിൻ്റെ അതിക്രോധ സമയത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വായിക്കുമ്പോൾ ഒരു വ്യത്യസ്തത കാണാൻ സാധിക്കുന്നത്, അപ്പോൾ ഈ മർമ്മം മഗ്ദലിയം ബാബിലോണിലുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന 16-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം കൊടുക്കുമെന്നാണ്. എന്നാൽ ഇത് വ്യത്യസ്തത ഇവിടെ കാണുന്നത്, ഇവിടെ കൈമേലേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൻ്റെ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന എന്നൊരു വാക്ക് അവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മർമ്മം ഇപ്പം ഇതെല്ലാം ഒന്നല്ല. ഇപ്പം നമ്മൾ ക്രോധമധ്യം എന്ന് വായിച്ചിട്ട് മർമ്മം മഗ്ദലിയം ബാബിലോണിന് കൊടുത്ത ക്രോധമധ്യമാണല്ലോ. അപ്പം ഇവിടെ വീണ്ടും ക്രോധമധ്യം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒന്നാണോ എന്നുള്ള സംശയം വരും. അപ്പോൾ അങ്ങനെ സംശയം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു വായിച്ചാൽ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന മർമ്മം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 16-ാം അധ്യായം 19-ാം വാക്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മർമ്മം മഗ്ദലിയം ബാബിലോണ് കൊടുക്കുന്നത് ദൈവകോപത്തിൻ്റെ ക്രോധമുള്ള പാത്രമാണ്. അതേക്കുറിച്ചാണ് പ്രതികാര ദിവസം നമ്മൾ പഠിച്ചത്. എന്നാൽ ഇവിടെ ഈ തുടർന്നുള്ള സംഭവങ്ങളുടെ ബന്ധത്തിൽ ഇതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര തുടർന്നും അത് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏൽക്കരുത്. അങ്ങനെ ഏറ്റുകഴിഞ്ഞാൽ വരാൻ പോകുന്നത് ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരുമെന്നാണ്. അപ്പോൾ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം കഠിനമായിരിക്കുന്ന ദൈവക്രോധത്തിൻ്റെ മദ്യം കുടിക്കേണ്ടി വരും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മർമ്മം മഗ്ദലിയം ബാബിലോണ് കൊടുത്തത് ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രമാണ് കൊടുത്തത്. എന്നാൽ തുടർന്ന് ഈ ലോക അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഹർമോദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. അത് ക്രോധ ദിവസം അടുത്തു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ ദൂതൻ മുഖാന്തരം സ്വർഗം അരുളി ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവക്രോധമദ്യമല്ലേ എന്നൊക്കെ വായിച്ചു വിടുമ്പോൾ അപ്പം അതും മർമ്മം മഗ്ദലിയം ബാബിലോണ് കൊടുത്ത് ഇത് നമ്മൾ വ്യത്യാസം എന്താണെന്നൊക്കെ ചിന്ത വരും. അപ്പോൾ 14-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നും ഈ 14-ാം അധ്യായത്തിൽ പറയുന്ന ഓരോ ഹെഡിങ് ആണ്. ഓരോ സന്ദർഭത്തോട് ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മർമ്മം മഗ്ദലിയം ബാബിലോണിന് ദൈവമോർത്ത് അതിന് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ക്രോധമദ്യം കൊടുത്തെങ്കിൽ ദൈവത്തിന് ക്രോധ ദിവസത്തിൽ ദൈവം കൊടുക്കാൻ പോകുന്നത് എന്താണ്? കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം. ഒട്ടും കലർപ്പില്ലാതെ. അതിൻ്റെ ഗൗരവത മനസ്സിലാക്കണം, കഠിനത മനസ്സിലാക്കണം. പറയുകയാണ്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൻ്റെ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാ, വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും എന്ന് പറഞ്ഞത്, ജീവനോടെ നീ എതിർ ക്രിസ്തുവിന്റെ മുദ്രയൊക്കെ ഏറ്റ് അത് അനീതി പ്രവർത്തിച്ച് നിന്റെ ചിന്ത കൊണ്ട് ചിന്താമണ്ഡലത്തിലും പ്രവൃത്തി കൊണ്ടും പൈശാചിക മുദ്രയേറ്റിട്ടുണ്ടെങ്കിൽ പറയുക, അധികം താമസിയാതെ പതിരാകുന്ന നിന്നെ അഗ്നിനരകത്തിൽ തള്ളിക്കളയും. ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷ നടക്കാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ജീവനോടെ എടുത്ത് നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധമായി നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കാര്യഗൗരവതയോടെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് പലർക്കും അന്ത്യന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ അത് എന്താണെന്ന് പോലും അറിയത്തില്ല, എങ്ങനെയുള്ള സംഭവിക്കുന്ന പോലും അറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് കിട്ടും. അത് കൂടിക്കൊഴിഞ്ഞ് കിടക്കുവാൻ ഇടയാകാതെ അതിൻ്റെ കെട്ടുകളെല്ലാം നമുക്ക് നിവർത്തി ദൈവശർമ്മ തരികയാണ്. കൂടിപ്പിണഞ്ഞ് കിടക്കുന്നതെല്ലാം ഓരോന്നോരോന്നായിട്ട് നിവർത്തി തരും. ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ചില വാക്കുകളാണ് അതിൽ ദൈവത്തിൻ്റെ മർമ്മമായി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു വായിക്കണം. വളരെ വളരെ ശ്രദ്ധയോടെ വായിച്ചെങ്കിലേ ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞത്. ഇപ്പം 14-ാം അധ്യായം 9 മുതൽ 12 വരെ വായിക്കുമ്പോൾ ഇതിനു മുമ്പ് കേട്ട അതേ വാക്യം തന്നെ അല്ലേ? അപ്പോൾ ഇത് മർമ്മഗതിയം അവനോട് പറഞ്ഞതാണോ എന്നുള്ള സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവകോപത്തിന്റെ പാത്രത്തിൽ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യമല്ല, കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്ന നല്ലതാ. ഈ കലർപ്പില്ലാതെ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ക്രോധ ദിവസത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇനി സമയം അധികമില്ല, ദൈവക്രോധം വരുന്നു. അപ്പോൾ വിശുദ്ധന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും, നിത്യ ശിക്ഷാവധിയിലേക്ക് ജീവനോടെ തള്ളപ്പെടുമെന്നുള്ള ദൂതാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടിവിടെ ആവശ്യം. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിൽ കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അപ്പോൾ വിശ്വാസത്യാഗത്തിന് സംഭവിക്കുന്ന, വിശ്വാസം ത്യജിക്കപ്പെടുന്ന അവസാനത്തേക്കിലേക്ക് എത്തുകയാണ്. 100 മേനിയിൽ നിന്ന് 60 മേനിയിലേക്ക്. അതെ, ഈ ഒന്നാമത്തെ പുനരുത്ഥാനം കഴിയുന്നതോടുകൂടി 60 മേനിയിലുള്ളവരും എടുക്കപ്പെടും. പിന്നീട് 30 മേനിക്കാരുടെ നിര മാത്രമേ ഭൂമി കാണുകയുള്ളൂ. അവരെയാണ് വിശുദ്ധന്മാർ എന്ന പേരിൽ പൊതുവായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ ഇവിടെ സ്വർഗദേശ പ്രാപിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഇവിടെ കാണത്തില്ല. കാരണം സ്വർഗദേശ പ്രാപിക്കുന്ന സകല മനുഷ്യരുമായിട്ടാണ് ദൈവം രണ്ടാമത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. എൻ്റെ ദൈവമായ യഹോവയും അവനോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവർ എല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കും. അപ്പോൾ അവരെടുക്കപ്പെട്ടിരിക്കും. അതിനുശേഷമായി ഭൂമിയിൽ ശേഷിക്കുന്നത്. അപ്പോൾ ഈ സേനാ ദിവസത്തിലെ പുനരുത്ഥാനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഒരൊറ്റ വിശുദ്ധന്മാരുടെ നിരയുള്ളൂ. ഒടുക്കത്തെ നാൾ വരെ അത് നിത്യജീവന യോഗ്യതയുള്ളവരാണ്. അവരെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. വിശുദ്ധന്മാർ ഇതിൽ പഴയ നിയമത്തിന് വ്യത്യാസമില്ല. നിത്യജീവന് മാത്രമേ യോഗ്യതയുള്ളൂ. എത്ര കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടിയാണ് ദൈവം രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോസ്തലന്മാർ, വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന് പറഞ്ഞ് അവിടുന്ന് വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് പറഞ്ഞവര് പഴയ നിയമത്തിന്റെ കൽപ്പന സൂക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞ് അപ്പോസ്തല പ്രവാചകന്മാരെ പറഞ്ഞ ശേഷമായി വിശുദ്ധന്മാരും പ്രവാചകന്മാരുമുള്ള ബന്ധത്തിൽ, പ്രതികാര ദിവസത്തോട് ബന്ധത്തിൽ പറഞ്ഞിട്ട് ഇനി ക്രോധ ദിവസം അടുക്കുമ്പോഴത്തേക്ക് വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം അത് ലോകാവസാനത്തെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഇവിടെ നീതിമാന്മാരായിട്ടുള്ള ഒരു ഗണത്തിൽപ്പെടുന്നവർ മാത്രമേ കാണുകയുള്ളൂ. അതാണ് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വെളിപ്പാട് ദിവസം 14-ാം അധ്യായം 9-12 വാക്യങ്ങൾ വായിച്ചപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്താണ് ദൂതൻ വന്ന് പറയുന്നതിൻ്റെ മർമ്മം എന്താണ്? അദ്ദേഹം ആ ദൂതൻ വിളിച്ചു പറയുന്നത്, നീ ഇനിയും ദൈവകൽപ്പന കേൾക്കുന്നില്ലെങ്കിൽ, അനീതിയും അശുദ്ധിയും പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറിയാൽ, മർമ്മമേറിയ ബാബിലോണിന് ന്യായവിധി അയച്ചത് നീ കണ്ടില്ലേ? ഇനി സംഭവിക്കാൻ പോകുന്നതിൽ തുടർന്നു കഴിഞ്ഞാൽ സകല ലോകത്തിനും വരാൻ പോകുന്ന
വലിയ വിപത്തുണ്ടാകാൻ പോവുകയാ. അത് ഇവിടെ കണ്ടത് ക്രോധമധ്യമാ കുടിക്കേണ്ടി വന്നെങ്കിൽ ഇനി ദൈവം അയക്കാൻ പോകുന്നത് കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമധ്യം ഭൂമിയിലെ സകല ജാതികളിലേക്കും പകരാൻ പോകുക. അതുകൊണ്ട് മനുഷ്യ, നീ ദൈവത്തെ ഭയപ്പെടണം. മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കാതെ നീ രക്ഷപ്പെടണം എന്നുള്ള ദൂതാണ് ഇവിടെ അറിയിക്കുന്നത്. ഇവിടെ ദൂതൻ വിളിച്ചു പറയുന്നത് മർമ്മവിധേയമായി വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമത്യം കുടിച്ച് അതില്ലാതായി തീർന്നിരിക്കും, അതിനെ എറിഞ്ഞു കളയപ്പെട്ടു. എന്നാൽ ഇനി ബാക്കിയുള്ളതിന് വേണ്ടി അതെ സകലത്തിലെ സകല ജാതികളെയും ദൈവത്തിന്റെ പാത്രത്തിൽ ദൈവകോപത്തിന്റെ ക്രോധമുള്ള കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമധ്യം പകരപ്പെടാൻ പോകുക. ക്രോധ ദിവസം അടുക്കാൻ പോകുക. അതുകൊണ്ട് വിശുദ്ധന്മാരായിരിക്കുന്ന സഹിഷ്ണുത കാത്തുകൊള്ളണമെന്നുള്ള ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിന്റെ ക്രോധവസ്ഥയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇവിടെ ഈ ദൂതൻ മുഖാന്തരം അറിയിക്കുന്നത്. ഇപ്പോൾ ഈ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്ന സമയത്ത് മുദ്ര ഏൽപ്പിക്കാൻ തുടങ്ങി. അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് ഏൽക്കരുതെന്ന് വളരെ വ്യക്തമായി ദൂതൻ വിളിച്ചു പറയുക. കാരണം പറയുക, ഇവിടെ അധികം താമസിയാതെ അഗ്നി നരകത്തിലേക്ക് ഗന്ധകം കത്തുന്ന അവിടേക്ക് തള്ളപ്പെടാൻ പോകുകയാണ്. അതിനു മുമ്പായി രക്ഷപ്പെടണം എന്നുള്ളത് ഇവിടെ ദൂതൻ അറിയിക്കുകയാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭത്തിൽ പ്രസ്താവിച്ച അതേ കാര്യങ്ങളാണ് ദൂതൻ മുഖാന്തരം അവന്റെ ഭരണത്തിന്റെ അവസാനത്തിലും അന്ത്യശാസനമായി ഇവിടെ നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ ക്രോധ ദിവസം അടുത്തു വരുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ് ഇവിടെ ദൂതൻ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പൊ പ്രധാന പ്രതികാര ദിവസത്തിൽ ബാബിലോന് കൊടുക്കുന്നത് ദൈവകോപത്തിന്റെ പാത്രത്തിലെ ക്രോധമധ്യം ആകുന്നുവെങ്കിൽ ക്രോധ ദിവസത്തിൽ സകല ജാതികളെയും കുടിപ്പിക്കുന്നത് കലർപ്പില്ലാത്ത ക്രോധമധ്യമായിരിക്കും. ഞാൻ അതേക്കുറിച്ച് വിവരിച്ചത് മനസ്സിലായി വിചാരിക്കുന്നു. വേദപുസ്തക പഠനത്തിൽ, വെളിപ്പാട് പുസ്തക പഠനത്തിൽ കുത്തും കോമായിക്കും അതുപോലെ തന്നെ വാക്കുകൾക്കെല്ലാം വളരെയധികം മൂല്യമുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം പഠിക്കാനായിട്ട്. അതിൻ്റെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇനി എത്രയോ കാര്യങ്ങൾ ഇതിനകത്ത് മറിഞ്ഞിരിക്കുന്നുണ്ടെന്നറിയാമോ? അതൊക്കെ ദൈവം സമയാസമയങ്ങൾ ഇനിയും വെളിപ്പെടുത്തും. നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ പൂർണ്ണതയിലേക്ക് കാര്യം എത്തിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന ദൈവിക ദൂതുകൾക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏത് ക്രിസ്തുവാന്ന മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിച്ച് മുദ്രയേറ്റ് ജീവനോടിരിക്കുന്നവർക്ക് രാവും പകലും, അങ്ങനെ ഇറക്കുന്നവർ രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ലെന്ന്. അപ്പൊ ഈ സ്വസ്ഥത ഉണ്ടാകാത്തതിന്റെ കാരണം ഈ അനീതി പ്രവർത്തിക്കുന്നതുകൊണ്ടാ, ചിന്തിക്കുന്നതുകൊണ്ടാ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും അസ്വസ്ഥതയില്ലാത്തതിന്റെ കാരണം സ്വസ്ഥതയുടെ ആത്മാവ് നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. ആരെങ്കിലും സ്വസ്ഥതയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കർത്താവേ, നിന്റെ ആത്മാവ് സ്വസ്ഥതയുടെ ആത്മാവാ, എനിക്ക് അസ്വസ്ഥത നൽകണം. അത് രോഗത്തിന്റെ വേദന വരുമ്പോൾ അസ്വസ്ഥപ്പെടും. ഞാനും അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്. അത് കോവിഡൊക്കെ വന്ന സമയത്തൊക്കെ ഞാൻ പല ദിവസങ്ങളും ചിന്തിക്കാറുണ്ടായിരുന്നു. ഉറങ്ങാതെ എത്രയോ ദിന രാത്രങ്ങൾ, എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അസ്വസ്ഥപ്പെടുന്ന പല ചിന്തകളും വരുമായിരുന്നു. പക്ഷേ അപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സ്വസ്ഥത നൽകി നടത്തിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം അസ്വസ്ഥപ്പെടുന്ന മേഖലകളിലും രോഗത്താൽ വേദനകളാലൊക്കെ അസ്വസ്ഥപ്പെടുമ്പോൾ നാം ഭാരപ്പെട്ടു പോകാറുണ്ട്. നാം അസ്വസ്ഥപ്പെട്ടു പോകാറുണ്ട്. ഇവിടെ കൊണ്ട് തീർന്നു എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങളൊക്കെ വരാറുണ്ട്. ഇല്ലേ? വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. രോഗം മൂർച്ഛിച്ചു കഴിയുമ്പോൾ ഇനി ഒരു ദിവസമുണ്ടോ നമ്മുടെ മുമ്പിൽ എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോൾ, ആ സമയത്ത് അസ്വസ്ഥപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന സ്വസ്ഥതയ്ക്കായി രാത്രി സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമുക്ക് അസ്വസ്ഥ വരുന്ന പല മേഖലകളും വരുമെങ്കിലും അതിനെ സ്വസ്ഥമാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു പറയുകയാണ്, രാവും പകലും സ്വസ്ഥത ഉണ്ടാകത്തില്ല. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. അപ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യൻ മറ്റു പല ആഘോഷങ്ങളിലേക്കും മദ്യമയക്കുമരുന്നുകളിലേക്കൊക്കെ പോകുന്നത്. എങ്ങനെയും ഈ അസ്വസ്ഥത ഇല്ലാതാകണം. നമുക്കറിയാം, നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ വേദനയൊക്കെ വലുതാണ്. അപ്പോൾ അന്നത്തെ ലോകത്തിൽ സ്വസ്ഥതയുണ്ടാകത്തില്ല. വലിയ വേദനകളുടെ കാലമായിരിക്കും. അത് പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും
എങ്ങനെയെങ്കിലും സ്വസ്ഥത കിട്ടാൻ വേണ്ടി മദ്യമയക്കുമരുന്നുകൾക്കും ഭൂതപ്രേതങ്ങൾക്കും ഒക്കെ അടിമകളായി വല്ലാതെ നിഴലിന്റെ ഒരു ലോകം വരുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവൻ പറയുന്നത്, ഇവിടെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന പല വിഷയങ്ങൾ വരുമ്പോഴും സ്വസ്ഥത നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സ്വസ്ഥത നൽകി ദൈവത്തിന്റെ കൃപയാൽ നമ്മെ നടത്തിക്കൊണ്ടുവരുന്ന വലിയ ദൈവിക പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വരുന്ന അസ്വസ്ഥതകൾ തൽക്കാലത്തേക്കേ ഉള്ളൂ. അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ അപ്പോൾ തന്നെ ദൈവം നമ്മുടെ മേൽ വ്യാപരിപ്പിക്കും. എന്നാൽ ദൈവം പറയുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് വരുന്ന ആ സ്വസ്ഥതയില്ലായ്മ അത് നിലനിൽക്കുന്നതാ. അത് രാവും പകലും മാറാത്തതാ. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത വരുന്നത് ചില മിനിറ്റുകളല്ലേ, ചില മണിക്കൂറുകളല്ലേ. എന്നാൽ ദൈവം വേഗത്തിൽ നമുക്ക് സ്വസ്ഥത നൽകി നമ്മെ ആ സമാധാനമുള്ള ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്നതിനായി രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് രാവും പകലും ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. എന്നാൽ അതിനെ ആ അസ്വസ്ഥതയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ലോകം അന്ന് പൈശാചിക ഭൂതപ്രേത ശക്തികളുടെയും മയക്ക മരുന്നുകളുടെയും അതിലെയും രീതിയിലേക്ക് ആശ്രയിച്ച് അവർ സുബോധമില്ലാത്തവരായി തീർന്നത്. എന്നാൽ നമ്മൾ സുബോധമില്ലാത്തവരായി തീർന്നിട്ടല്ല നമ്മുടെ അസ്വസ്ഥതകൾ മാറുന്നത്. നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ അസ്വസ്ഥതകളിൽ നമ്മെ ശാന്തമാക്കുന്നത്. ഇത് രാത്രിയിലും അശാന്തമാക്കുന്ന നമ്മുടെ അസ്വസ്ഥതകളിന്മേൽ നമ്മുടെ മേൽ ശാന്തത പകരുന്ന, ഒന്നുമില്ല സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായി ഞാൻ രാത്രിയിൽ സ്തോത്രം ചെയ്യുകയാണ്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഏതെല്ലാം സമയങ്ങളിൽ നാം അസ്വസ്ഥത അനുഭവിച്ചവരാണ്. എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വസ്ഥതയ്ക്ക് കാരണം നസനായിരിക്കുന്ന യേശു ക്രൂശിൽ ചൊരിഞ്ഞ സമാധാനത്തിന്റെ രക്തമാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്ക് കാരണം. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരമുള്ള ആ സമാധാനം സ്വസ്ഥത അനുഭവിച്ചിട്ടില്ലെങ്കിൽ രാത്രിയിൽ ആ സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് കാലുവിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ക്രൂശിലേക്ക് നോക്കി അവന്റെ ആ ശരീരത്തോടൊഴുകിയ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കിയ അവൻ നമുക്ക് സ്വസ്ഥ നൽകാൻ വേണ്ടി അവൻ ശബത്തിൽ അവൻ കല്ലറയ്ക്കുള്ളിരിപ്പാനിടയായി തീർന്നു. മനുഷ്യ സൃഷ്ടിയോട് ബന്ധത്തിൽ 7-ാം ദിവസത്തെ സ്വസ്ഥത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വസ്ഥത എന്താണെന്നുള്ളത് അതിൻ്റെ നിഴൽ പൊരുളാക്കി തീർത്തത് യേശു കർത്താവ്. അവൻ പ്രവൃത്തിയെ തികച്ച് വെള്ളിയാഴ്ച അവൻ പ്രാണനെ വിട്ടുവെങ്കിൽ ഒരു ദിവസം മുഴുവനും അവൻ സ്വസ്ഥത കല്ലറയിൽ ഇരുന്നത് നമ്മുടെ വിശുദ്ധീകരണമായിരിക്കുന്ന സ്വസ്ഥതയ്ക്ക് വേണ്ടിയ പാപമില്ലാത്ത പാപം ക്ഷമിച്ചു കിട്ടിയവന്റെ സ്വസ്ഥത വലുതാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ എങ്ങനെയാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്? നമ്മുടെ പാപത്തെ ദൈവം ക്ഷമിച്ചതുകൊണ്ട് നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. ഏത് വിഷയം വരുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനുള്ള ആ പുത്രത്തിന്റെ അവകാശമുണ്ട്. എന്നാൽ പാപത്തിൽ വല്ലാതായിത്തീരുന്ന ജീവിതങ്ങൾക്ക് ഒരു മാർഗം പോലും ഇല്ലാതെ അവിടെ കണ്ണുകൾ കുരുട്ടുകണ്ണുകളായി തീർന്ന് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാൽവറി ചൊരിഞ്ഞ പുണ്യാക രക്തം മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ദൈവത്തെ മനുഷ്യൻ തമ്മിൽ അകറ്റി അവനിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് പാപമാണ്. പാപം മാറുവാൻ വേണ്ടി കുഞ്ഞാടിന്റെ വിശുദ്ധ രക്തം ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട അതേ രക്തം സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരമായി നിൽക്കുന്നു. അതിൽ വിശ്വസിക്കണമെന്നുള്ള സന്ദേശമാണ് ദൂതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ദൂതൻ നിത്യസുവിശേഷം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാണിംഗായിട്ട് മുന്നറിയിപ്പായിട്ട് ക്രോധവസ്ഥയെക്കുറിച്ചുള്ള കാര്യം ഒരു ദൂതൻ അറിയിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കുന്ന ദൈവക്രോധത്തിന്റെ മധ്യത്തെക്കുറിച്ച് സംഗീതക്കാരനായിരിക്കുന്ന ആസാവ് അതേക്കുറിച്ച് 75-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനക്കാരനായ ആസാവ് രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞ് നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കും. പറഞ്ഞാൽ ഇത് എല്ലാവരും വലിച്ചു കുടിക്കും, നിത്യനാശത്തിലേക്ക് തള്ളപ്പെടും എന്നുള്ളതാണ് ആസാഫ് പ്രവചിച്ചിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണെന്ന് അതേക്കുറിച്ച് യിരെമ്യാവ് പ്രവചിച്ചു. യിരെമ്യാവിന്റെ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 15 മുതൽ
28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആസാബ് പ്രവചിച്ച പ്രവചനത്തിന്റെ ഒരു വ്യക്തമായിട്ടുള്ള കുറച്ചുകൂടിയുള്ള ഒരു വെളിപ്പാടാണ് 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. 25-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയ പ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ഈ ക്രോധമത്തിൽ നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കാം. അവർ കുടിച്ച് ഞങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും. അങ്ങനെ ഞാൻ പാനപാത്രം കൂടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവയെ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു എന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഗീതവും പരിഹാസവിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് യെരൂശലേമിനെ യഹൂദ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ആരൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തുക? ഒന്ന്, യെരൂശലേമും യഹൂദ പട്ടണങ്ങളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവത്തിന്റെ പട്ടണമൊന്നും നോക്കത്തില്ല, അവിടെയുള്ളവർ എന്ത് ചെയ്യും? അത് കുടിപ്പിക്കും. അപ്പോൾ യെരൂശലേമിൽ തുടങ്ങുകയാണ്. യെരൂശലേമിലും യഹൂദ പട്ടണങ്ങളും തുടങ്ങിയിട്ട് മിസ്രൈം രാജാവായ ഫറവോൻ, അവന്റെ ഭൃത്യന്മാർ, പ്രഭുക്കന്മാർ, അവന്റെ സകല മിസ്രൈമിലേക്ക് നീങ്ങും. സമ്മിശ്ര ജാതികളായിട്ടുള്ളവർ, ഊസുദേശത്തിന്റെ സകല രാജാക്കന്മാരെ, ഏദോം, മോവാബ്, അമ്മോന്യർ എന്നിവരെ, സോർ, സീദോൻ ദേശങ്ങളുള്ളവരെ, സമുദ്രത്തിന് അക്കരെയുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരും ദേദാനും തേമയും ബൂസും തലയുടെ അരികു വടിച്ചവരുമൊക്കെയും, അരാബ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്രജാതിയുടെ സകല രാജാക്കന്മാരെയും, സകല സിമ്രി രാജാക്കന്മാരെയും, ഏലാമിലെ സകല രാജാക്കന്മാരെയും, മേത്തിരുടെ സകല രാജാക്കന്മാരെ, തമ്മിൽ അടുത്തുമകന്ന് വിരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെ. അവസാനം പറയുക, ഭൂമിയിലെ സകല രാജ്യങ്ങളെയും തന്നെ ശേഷക്ക് രാജാവ് അവരുടെ ശേഷം കുടിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പട്ടികയിൽ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതെന്ന് ഭൂമിയിലെ സർവ്വദേശത്തെയും ബാധിക്കുന്ന കാര്യമാകുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇപ്പോൾ ആസാഫ് പ്രവചിച്ച പ്രവചനത്തിന്റെ വിശദീകരണമാണ് യിരെമ്യാ പ്രവചിച്ചിരിക്കുന്നത്. പ്രവാചകന്മാർ പണ്ട് പ്രവചിച്ചത് അവരെന്തെങ്കിലും എഴുതി വെക്കുകയല്ല ചെയ്തത്. സംഗീതത്തിന് വെറുതെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ, വാക്കുകൾ ചേർത്ത് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന പോലുള്ള ഒരു പ്രസംഗം ഉണ്ടാക്കുകയോ ഒന്നുമല്ല ചെയ്തത്. അവർ ദൈവാത്മാവിൽ പ്രവചിച്ചു. അവർ പ്രവചിച്ചത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മവിവശതയോടെ അവർ പറയുകയാണ്. ആസാഫ് പ്രവചിച്ചത് ഈ കാര്യമാ, വെളിപ്പാടത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ വിശകലനം നമുക്ക് യിരെമ്യാവിന്റെ പ്രവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടത്തിലാണ്. അപ്പോൾ ഇത് നടക്കുമ്പോൾ പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുവാനുള്ള രക്തസാക്ഷികളുടെ എണ്ണം തികയുമ്പോൾ നടക്കുന്നതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അപ്പോൾ ഇതൊക്കെ ഇത് പറയുമ്പോൾ, ഇത് ദൂതൻ മുഖാന്തരം അറിയിക്കുമ്പോൾ രക്തസാക്ഷികളുടെ എണ്ണം തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തികഞ്ഞു കഴിയുമ്പോഴാണ് ഒന്നാമത്തെ പുനരുത്ഥാനം നിറവേറപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം നിറവേറപ്പെടുകയുള്ളൂ. ഒടുക്കത്തെ നാൾ നടക്കുന്ന പുനരുത്ഥാനത്തിൽ നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമാണ് ഉണ്ടാകുന്നത്. പൊതുവാന ഭൂമിയെ അവകാശമാക്കി ഭൂമി വഴിയുള്ള ഭൗമിക തേജസ് പ്രാപിക്കുന്ന നീതിമാന്മാരുടെ നിര മാത്രമാണ് അന്നത്തെ പുനരുത്ഥാനത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നീതിമാന്മാരായിട്ടുള്ള ഒരു നിര മാത്രമേ ഉള്ളതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹിഷ്ണുത കൊണ്ട് അവർ പ്രാണനെ നേടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രാണനെ നേടുകയാണ്. സഹിഷ്ണുത കൊണ്ട് അവർ പ്രാണനെ നേടും. പക്ഷെ എന്നാൽ ഈ എതിർക്രിസ്തുവിന്റെ സമയത്ത് സഹിഷ്ണുത കൊണ്ട് അവർ ജീവനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വചനത്തിനകത്ത് കിടക്കുന്ന ഓരോ വാക്കുകൾക്കും അതിന്റെ സന്ദർഭങ്ങളോട് ബന്ധത്തിൽ വ്യത്യസ്തതയുണ്ട്. പ്രാണനെ നേടും, സഹിഷ്ണുത കൊണ്ട് പ്രാണനെ നേടുന്നത് അവസാനത്തിലേക്ക് ജീവനോടെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 1000 ആണ്ട് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നവർ അവർ സഹിഷ്ണുതയോടുകൂടി ജീവനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അവർ പ്രാണനെ സമർപ്പിക്കുകയാണ് ദൈവനാമത്തിന് വേണ്ടി. അതിന്റെ കഥ രണ്ടാമത്തെ വരവാകുമ്പോഴത്തേക്ക് ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ സഹിഷ്ണുതയുള്ളവർ മാത്രമേ അവസാനത്തോളം പിടിച്ചു നിൽക്കുക. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ മധ്യാകാശം നടക്കുന്ന സംഭവമല്ല, 2 സാക്ഷ്യ പുനരുത്ഥാനം നടക്കുന്ന സംഭവമല്ല, ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്ന സംഭവമല്ല. സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞിരിക്കുന്നത് കർത്താവ് രണ്ടാമത്തെ വരവിൽ നടക്കുന്ന മഹത്വപ്രതിഷ്ഠയോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വചനത്തെയൊക്കെ ആഴങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഇപ്പൊ സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുന്നുള്ളത്
ഇതാണ് മധ്യാകാശ പ്രത്യക്ഷയോട് ബന്ധത്തിലെടുത്ത് പ്രസംഗിക്കേണ്ട വിഷയമല്ല. അപ്പം അത് സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുകയല്ല. സഹിച്ച് നമ്മൾ നിന്നാൽ കൂടെ വാഴാം. അതാ പറഞ്ഞ് കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം. കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം. കൂടെ വാഴാം എന്നുള്ള പദവിയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലാതെ രക്ഷിക്കപ്പെടുന്നല്ല. ഇപ്പൊ ഇത് വചനത്തിന് വ്യത്യാസം മനസ്സിലായോ? കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ വാഴാം, കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം. അപ്പോൾ കഷ്ടം സഹിച്ച് നാം നിൽക്കുന്നത് കൂടെ വാഴുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവനെ പോലും വിലയേറിയതാക്കെണ്ണാതെ ജീ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ദിവസങ്ങൾ അവനോട് കൂടെ വാഴുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന അന്ന് ജീവനോടിരിക്കുവാൻ വേണ്ടി സഹിഷ്ണുതയോടെ നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർ വിശുദ്ധന്മാരായിരിക്കും, നീതിവാന്മാരാൾക്കുള്ള ഗണത്തിൽപ്പെടുന്നവരാ. അവരാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കാനുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകരുത്, വഴിതെറ്റിപ്പോകരുത്, എതിർ ക്രിസ്തുവിന്റെ മുദ്രയാക്കി അവനോട് ചേരരുത്, അനീതി പ്രവർത്തിക്കരുതെന്നാണ് പ്രബോധൻ പറഞ്ഞവിടെ ഈ ലോക ജനതയെ മുന്നറിയിപ്പ് കൊടുക്കുന്നതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വചനം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വ്യാഖ്യാനം കൂടി പറഞ്ഞു പോകണമല്ലോ. അപ്പം അത് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കുന്ന വിശുദ്ധന്മാർ കുഞ്ഞാണ്ട് മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കുക എന്നതിൻ്റെ അർത്ഥം അത് നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നതിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിൽ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നതിനെ കുറിച്ചുള്ള, ജീവനോട് തള്ളപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ പഠിക്കും. എന്നാൽ ഇവിടെ ഇത് എഴുതിയിരിക്കുന്നതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം പ്രാരംഭത്തിൽ നൽകണം. അത് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും ഇവിടെ ദൈവക്രോധ മധ്യം കുടിക്കേണ്ടി വരും എന്ന് പറയുക. ജീവനോടിരുന്ന് കഴിഞ്ഞാൽ നിത്യനരകാഗ്നിയിൽ തള്ളപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 1000 ആണ്ട് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. അപ്പോൾ അന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ക്രോധമദ്യം കുടിക്കേണ്ടി വരത്തില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു, 1000 ആണ്ട് കഴിഞ്ഞിട്ടേ പൊങ്ങി വരികയുള്ളൂ. എന്നാൽ നീ ഇത് ഈ മുദ്രയ്ക്ക് ഏറ്റുകൊണ്ട് അവസാനം വരെ അനീതി ചെയ്യുന്ന കൈയും പിടിച്ച് ചിന്തയും പിടിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന നാശത്തിന്റെ പിടിയിലാണെങ്കിൽ നിന്നെ ജീവനോടെ എടുത്ത് നേരത്തെ കളയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ രത്നച്ചുരുക്കം. ഇവിടെ ദണ്ഡത്തിന്റെ പുക എന്നേക്കും പൊങ്ങും, മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നത് അതിന്റെ പേരിന്റെ എന്ന് പറയുകയാണ്. അവസാനമായി ജീവനോടെ നിത്യനരകത്തിൽ പോകണം. നീ ജീവനോട് ഇരിക്കുന്ന നാളിൽ ഒരു നാൾ നിനക്ക് രാവും പകലും എന്ത് ചെയ്യത്തില്ല, സ്വസ്ഥ ഉണ്ടാകത്തില്ല. ഇത് കഴിഞ്ഞിട്ട് നീ നിത്യനരകാഗ്നിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സ്വസ്ഥതയില്ല, പല്ലുകടിയും കരച്ചിലുമായി തീരും. അതുകൊണ്ട് ഏത് വേണമെന്ന് തിരഞ്ഞെടുത്തോളാൻ അന്നത്തെ സുബോധമില്ലാത്ത മനുഷ്യരോട് ദൈവം അവസാനമായി ദൂതറിയിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിലും ദൈവത്തിന് നിൽക്കുന്നവരുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് മഹത്വ പ്രത്യക്ഷം നടക്കുന്ന മഹത്വ സിംഹാസനത്തിന്റെ ന്യായവിധിയിൽ അന്ന് ജീവനോടിരിക്കുന്ന സകല ദുഷ്ടന്മാരെയുമാണ് നിത്യ അഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്. ഇവിടെ ദണ്ഡനത്തെക്കുറിച്ചുള്ള വിശദീകരണം ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ യെശയ്യാവ് പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു. അത് നമുക്ക് യെശയ്യാവിന്റെ 66 അധ്യായം 24 വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ പുറപ്പെട്ടു ചെന്നു എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും, അവിടെ പുഴു ചാകുകയില്ല, അവിടെ തീ കെട്ടുപോകുകയുമില്ല, അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. യെശയ്യാവ് രേഖപ്പെടുത്തി. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ളത് അഗ്നിനരകത്തിലാണ്. അപ്പോൾ ദൈവത്തോട് നേരിട്ട് മത്സരിച്ച് അതിക്രമം ചെയ്തവരാണ് നിത്യമണ്ണത്തെ അടിമപ്പെട്ട് അഗ്നിനരകത്തിൽ വീഴുന്നത്. കുഞ്ഞാട് വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും എന്ന് ഇവരുടെ നിത്യശിക്ഷാദിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് എങ്ങനെയാണ് അവിടെ കാണുന്നത്? ഈ അഗ്നിനരകത്തിൽ കിടക്കുന്നവരെ ദൈവത്തോട് കൂടെ നിൽക്കുന്നവർക്ക് എങ്ങനെ കാണാൻ സാധിക്കും? അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും, അവിടെ പുഴു ചാകുകയില്ല, അവിടെ തീ കെട്ടും. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് തേജസ്സുള്ള ശരീരം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവം കാണുന്നത് പോലെ നമുക്കും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കുഞ്ഞാട് വിശുദ്ധന്മാർക്ക് മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കുന്നത്. അവരുടെ തേജസ്വീകരിക്കാൻ പ്രാപിക്കുന്ന തേജസ്സിന്റെ കാഴ്ചശക്തി അഗ്നിനരകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും കാണത്തക്കവണ്ണം അതിശക്തമായിരിക്കും. കർത്താവിന്റെ ന്യായവിധിക്ക് ശേഷം അഗ്നി തള്ളപ്പെടുന്നതിനെ കുറിച്ചാണ് ദൈവത്തോട് അതിക്രമം ചെയ്തവർ എന്ന് യെശയ്യാവ് പ്രവചിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ മനസ്സിലായ, ദൈവത്തിന് അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. നാം അവനോട് സദൃശ്യം വരാതിരുന്നാൽ ഇന്ന് രാത്രി സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ആരാകുന്നു
നാം ആരായി തീരാനുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അഗ്നിനരകത്തിൽ കിടന്ന് ദൈവത്തിൽ അതിക്രമം ചെയ്തവരുടെ ദണ്ഡനം കാണണം, നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ വരുന്നത് കൊണ്ട്, നാം അവനെപ്പോലെ സദൃശന്മാരായി തീർന്നുകൊണ്ട്. അത് നമ്മുടെ കണ്ണുകൾ പ്രകാശിതമായിരിക്കും. അവന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലവുമില്ല. നരകം, അഗ്നിനരകം, പാതാളം, ഇതെല്ലാം ദൈവത്തിന് മറിഞ്ഞിരിക്കുന്നതല്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുക. പവറുള്ള കണ്ണുകളൊക്കെ കണ്ണാടിയൊക്കെ വെച്ചാണ് നമ്മളൊന്ന് കാണുന്നത്. എന്നാൽ ഒരു കണ്ണാടിയും വെക്കാതെ നമ്മുടെ കാഴ്ചയെ നൽകുവാൻ അവനോട് സദൃശന്മാരായി തീർന്നു കഴിയുമ്പോൾ അവൻ്റെ അഗ്നി കണ്ണുകൾ, അവൻ്റെ അഗ്നിയാലെ കൊത്തുള്ള കണ്ണുപോലെ നമ്മുടെ കണ്ണുകളെയും രൂപാന്തരപ്പെടുത്തിയെടുക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രിയിൽ അതുകൊണ്ട് ശരീരം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ ശരീരാവയവങ്ങൾ രോഗത്തിന് അടിമയായി തീരുമ്പോൾ ഭാരപ്പെട്ടു പോകണ്ട. ഒരിക്കലും ക്ഷയിക്കാത്ത, ഒരിക്കലും ക്ഷീണിക്കാത്ത, ഒരിക്കലും അന്ധതമസ് പിടിക്കാത്ത, ഒരിക്കലും കാഴ്ചശക്തി നഷ്ടപ്പെടാത്ത കണ്ണുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകതകൾ, തേജസ്സിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നു കഴിയുമ്പോൾ അവന്റെ കണ്ണുപോലെ നമ്മുടെ കണ്ണും പ്രകാശിതമായി തീരും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കാണുമെന്ന് അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യ ശവങ്ങളെ നോക്കും, അവിടെ പൊഴിച്ചാകെയില്ല, അവിടെ ദികട്ടുപോകില്ല, അവർ ശരീരത്തിൽ ഉറപ്പായിരിക്കും. അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അഗ്നിനരകത്തിൽ നിന്ന് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ നാം രൂപാന്തരം പ്രാപിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പുനരുത്ഥാനം പ്രാപിച്ചു ക്രിസ്തു ശരീരത്തോടായി കഴിയുമ്പോൾ, അത് യേശു ക്രിസ്തുവിൻ്റെ കണ്ണിന് ഒന്നും മറഞ്ഞിരിക്കാത്തതുപോലെ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ കണ്ണിനും ഒന്നും മറവായിരിക്കുകയില്ല. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ തേജസ്സിന്റെ ഘനമോർത്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുവാൻ എത്ര പേർക്ക് കരമുയർത്തി പറയാൻ സാധിക്കും? അതെ, ഇവിടെ നമ്മുടെ കണ്ണ്, പുറമെയുള്ള കണ്ണ് ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുക. അല്ല, അകത്തെ മനുഷ്യന്റെ കണ്ണ് അത് ക്രിസ്തുവിനോട് സദൃശമായി തീർന്നുകൊണ്ടിരിക്കുന്ന കണ്ണുകളായി തീരും. അഗ്നിനരകത്തിൽ കിടക്കുന്ന ചാകാത്ത പുഴുവിനെയും കെടാത്ത തീയിലും കിടക്കുന്ന മനുഷ്യനെ കാണത്തക്കവണ്ണമുള്ള കാഴ്ച പ്രാപിക്കുന്നവരായിരിക്കും ദൈവമക്കൾ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുടെ വെളിപ്പാട് പുസ്തകം വളരെയധികം പ്രാധാന്യമാണ് കൊടുത്തത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്ന കർത്താവ് യേശു പ്രത്യേക ഊന്നൽ കൊടുത്ത് അള്ളിച്ചെയ്തിട്ടുള്ളത്. അതായത് 24-13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറയേണ്ട കാര്യമല്ല. നമ്മളിപ്പോൾ നമുക്ക് കഷ്ണം സഹിച്ച് നിൽക്കണം, കൂടെ വാഴാൻ വേണ്ടിയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നത് അവസാനമായിട്ടുള്ള കാര്യത്തെ കുറിച്ച് വിശുദ്ധമായുള്ള നീതിമാന്മാരുടെ ബന്ധം പറയിക്കുന്നത് സഹിഷ്ണുളവാകുന്ന കഷ്ടതയെന്നുമാണ്. സഹിച്ചു നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയ പദവിയെക്കുറിച്ച് ഉൾക്കാഴ്ചകളൊക്കെ മാത്രമേ ഓരോ കാലഘട്ടത്തിന്റെ ആത്മീയ പോരാട്ടം നടക്കാൻ സാധിക്കും. ഇപ്പൊ നാം എന്തിനു വേണ്ടിയാ സഹിഷ്ണുതയോടെ പിടിച്ചു നിൽക്കുന്നത്? എന്തിനാ നാം പോരാടുന്നത്? ഈ കാലഘട്ടത്തെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന മണവാട്ടിയുടെ പദവി നമുക്ക് അലങ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ സമർപ്പണത്തിന്റെ രാത്രിയാകും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗദേശത്തിന്റെ ചന്ദ്രദേശ പ്രാപിപ്പാനുള്ള കാലാവധിയാണുള്ളത്. ആ കാലഘട്ടത്തിലേക്ക് പോകാതെ ദിവസങ്ങൾ യേശു കർത്താവ് വരുമ്പോൾ, അതല്ല, നാം ലോകത്തുനിന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുനരുത്ഥാനം കർത്താവിന്റെ വരവെങ്കിൽ നടക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ആത്മീയ പോർക്കളത്തിൽ പോരാടി ജീവിക്കുവാൻ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അന്ത്യത്തോളം ദൈവകൽപ്പനയും വിശ്വാസവും കാത്തുകൊള്ളണമെന്നാണ് വിശുദ്ധന്മാരുടെ അവിടെ അന്ന് അള്ളിച്ചേരുന്നെങ്കിൽ, ഇന്ന് ഈ രാത്രി ദൈവാത്മാപരിശുദ്ധനോട് പറയുന്നത്, നമ്മുടെ അവസാന ശ്വാസം വരെ തികവുള്ള വിശ്വാസിയായി വിശുദ്ധിയെ തികച്ചു നിൽക്കുവാൻ ആത്മീയ പോർക്കളത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടും ആലോചനയോടും കൂടി മുന്നേറി അവനോടുകൂടെ വാണ് ഈ ദിവസങ്ങളിൽ അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ അഗ്നിനരകത്തിൽ വീഴുന്ന അതേ ഭാവികളെ, ആ കഠിന ശോധനയിൽ അകപ്പെടുന്നവരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ച ലഭിക്കും. കുഞ്ഞാടിനെ പോലെ സദൃശ്യമായി തീരും, യേശുവിനോട് സദൃശ്യന്മാരായി തീരും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി സന്ദേശങ്ങളോട് അവസാനിപ്പിക്കുമ്പോൾ, അതെ, ക്രിസ്തുവിന്റെ പഠനത്തിന്റെ കാലത്തിന്റെ അന്ത്യത്തിൽ സഹിഷ്ണുത കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച് ആത്മാവ് സ്വർഗത്തിൽ പറയുന്നവരുടെ ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ പഠനകാലത്തിന്റെ അന്ത്യത്തിൽ സഹിഷ്ണുത കാത്ത് സൂക്ഷിക്കുന്ന വിശുദ്ധന്മാർ, അവർ രണ്ടു കൂട്ടരുണ്ട് പറഞ്ഞല്ലോ.
അപ്പോൾ അതിനുള്ള ബന്ധത്തിലാണ് വെളിപ്പാട് 4:13 വാക്യത്തിൽ പറയാം വായിച്ചുകൊണ്ട് നിർത്തും. വെച്ചാൽ നാളെ ഇതേക്കുറിച്ച് എടുക്കുന്നതായിരിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് മഹാശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. അപ്പോൾ ഇത് ക്രിസ്തുവിന്റെ ഭരണകാലത്തിന് അന്ത്യത്തിൽ സഹിഷ്ണുത കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരിൽ പ്രധാനമായിട്ടുള്ളത് മൃതന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ പ്രവാചക പദവിയിലുള്ള ഇവരെയാണ് മൃതന്മാർ. ആരാണ് മൃതന്മാർ എന്നുള്ളത് നാളെ നമ്മൾ ചിന്തിക്കും. സാധാരണ എല്ലാ ശവസ്കാര സൂക്ഷികളിലും ഇത് പറഞ്ഞാണ് മാറിപ്പോകുന്ന വിഷയം. എന്നാൽ അതിന്റെ അർത്ഥവ്യാപ്തി പലർക്കും അറിയത്തില്ല. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഭാവികാല സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ വാക്യങ്ങളെ എടുത്ത് നമ്മൾ അസ്ഥാനത്ത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തിരുത്താൻ വേണ്ടി പറയുന്നതല്ല. ഇത് സംഭവിക്കേണ്ട ഇന്ന് ആരാണ് മൃതന്മാർ, ആരാണ് മൃതന്മാർ എന്നുള്ളത് നാളെ നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ സമയം പോയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഭാവികാലത്ത് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് ഒരു വിശുദ്ധനെ കൊണ്ടുപോയി ശവസ്കാരം ചെയ്യുമ്പോൾ, അതായത് ദൈവസഭയുടെ തികവുള്ള ഒരാളെ ശവസ്കാരം ചെയ്യുമ്പോൾ ഈ വാക്യമല്ല പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെ പറയേണ്ടത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും ഇറങ്ങി വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ചാണ് ഇപ്പോൾ പറയേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മൃതന്മാർ ആരാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളായിത്തീരുന്ന ദൈവസഭയുടെ സഹോദര പദവിയിലുള്ളവരാകുന്നു എന്നുള്ളത് ദൈവം നാളെ കഥ വരാൻ താമസിച്ചാൽ നമ്മളതേക്കുറിച്ച് ചിന്തിക്കും. രാത്രിയിൽ നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവസ്നേഹം നമ്മളെ തന്നെ സമർപ്പിക്കാം. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ വചനത്തിന് വിരാമം വിടുന്നു. വചന പഠന ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.